ദിവിഷ്, ഇപ്പോൾ അപകടത്തിൽ മരിച്ച മുഹമ്മദ് ജബ്ബാറിൻ്റെ ബന്ധുക്കളാണ് എത്തിയിരിക്കുന്നത്. അവരാണ് ദൃശ്യങ്ങൾ കാണുന്നത്. അവർ ഇപ്പോൾ എത്തി മൃതദേഹം കണ്ടിരിക്കുന്നു. ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിലേക്ക് എടുത്തിരിക്കുകയാണ്. 4 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിരുന്നു. ജബ്ബാറിൻ്റെ മൃതദേഹം ബന്ധുക്കൾ വരാത്തത് മൂലം പോസ്റ്റ്മോർട്ടത്തിൽ എടുത്തിരുന്നില്ല. ഇപ്പോൾ ജബ്ബാറിൻ്റെ മൃതദേഹം കൂടി പോസ്റ്റ്മോർട്ടത്തിന് എടുത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം അതും പൂർത്തിയാക്കി എത്രയും വേഗം മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക്, കുട്ടികൾ പഠിച്ചിരുന്ന മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. അവിടെ ഇനി പൊതുദർശനമുണ്ടാകും. അതിനുശേഷമാണ് ഇവിടെ മൃതദേഹം വീട്ടുകാർക്ക് വിട്ടുകൊടുക്കുക. ഇവിടെ ഇപ്പോൾ സഹപാഠികളും നാട്ടുകാരും സുഹൃത്തുക്കളും കുടുംബക്കാരുമൊക്കെയായി ഒരുപാട് പേർ എത്തിയിട്ടുണ്ട്. കണ്ണൂരും മലപ്പുറത്തും പാലക്കാടും ലക്ഷദ്വീപിലുമൊക്കെ ഉള്ള കുട്ടികളായിരുന്നു ഇവിടെ വന്ന് സൗഹൃദത്തിൽ ഒന്നിച്ചു. അവരൊരു സിനിമ കാണാൻ, ഒരു സൗഹൃദ നിമിഷം ആഘോഷിക്കാനായിട്ട് പോയതാണ്. പക്ഷേ അവരുടെ ജീവൻ നമുക്ക് ആ മഴ കവർന്നെടുക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷമാണ്. രാവിലെ 6 മണിക്ക് എത്തിയതാണ്. ഓരോ സമയവും നമ്മുടെ ദുഃഖം ഇരട്ടിപ്പിക്കുന്ന കാഴ്ചയാണ്. ഇപ്പോൾ ആംബുലൻസുകൾ, മൃതദേഹം കൊണ്ടുപോകാനുള്ള ആംബുലൻസുകൾ തയ്യാറായിട്ടുണ്ട്. ഇതിനു മുമ്പേ 5 നിശ്ചലമായ ശരീരങ്ങൾക്ക് എടുക്കാനുള്ള, അവസാനമായി എടുക്കാനുള്ള ശവപ്പെട്ടിയും എത്തിയിരുന്നു. മനുഷ്യൻ്റെ സ്പന്ദനം അറിയാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന കുട്ടികളാണ് ഇവരെല്ലാം. പക്ഷേ അവസാന സ്പന്ദനം നനച്ച് അവർ യാത്രയാകുകയാണ്. അത് ഉൾക്കൊള്ളാൻ കഴിയാതെ വിഷമിച്ചിരിക്കുകയാണ് ഇപ്പോൾ ജബ്ബാറിൻ്റെ കുടുംബം. ഇവരൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ബ്രില്യൻ്റായിട്ടുള്ള കുട്ടികളായിരുന്നു. ആദ്യ അവസരത്തിൽ തന്നെ പ്രവേശന പരീക്ഷ പാസ്സായി ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജിൽ തന്നെ പ്രവേശനം നേടുകയും ചെയ്തവരാണ്. ദേവനാഥിൻ്റെ കാര്യം പറയുമ്പോൾ ദേവനാഥൻ ആദ്യം കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് അഡ്മിഷൻ ലഭിച്ചത്. പക്ഷേ പിന്നീട് ഇങ്ങോട്ടേക്ക് മാറുകയായിരുന്നു. അപ്പോൾ അവർ ആഗ്രഹിച്ച സ്ഥലത്തേക്കൊക്കെ അവർക്ക് അഡ്മിഷൻ കിട്ടുന്നു, ആഗ്രഹിച്ച കോഴ്സിൽ പഠിക്കാൻ പറ്റുന്നു. ഒക്കെ അവരെ വലിയ രീതിയിൽ ജീവിതത്തിൽ തങ്ങൾ ഓരോ കടവുകളും നടന്നു കയറുന്നു എന്നതിൻ്റെ സന്തോഷത്തിലായിരിക്കും അവർ ഓരോ നിമിഷത്തിലും ജീവിച്ചിട്ടുണ്ടാക്കുക. പക്ഷേ അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായിരിക്കുകയാണ്. അവർ ഇല്ലാതായതോടുകൂടി ഒരു കുടുംബം, ഒരു സൗഹൃദക്കൂട്ടം ഒക്കെയാണ് വലിയ രീതിയിൽ വേദനിക്കുന്നത്. ആ വേദന ഇനി എത്ര നാൾ കഴിഞ്ഞാകെ മാറുക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും നാടിൻ്റെ സ്വത്തായി മാറേണ്ട, നാടിന് അഭിമാനമായി മാറേണ്ട ലക്ഷദ്വീപിലെ ഇബ്രാഹിമിൻ്റെ കാര്യം പറയുമ്പോൾ, ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കുട്ടിക്ക് ഇത്രയും ഉയരത്തിൽ പഠിച്ച് കയറണമെങ്കിൽ എത്രത്തോളം പ്രതിസന്ധികൾ തരണം ചെയ്യണമെന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയും. പക്ഷേ അത്രത്തോളം മികച്ച വിദ്യാഭ്യാസം അല്ലെങ്കിൽ മികച്ച നിലവാരം വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടാണ് ഇബ്രാഹിമിനൊക്കെ ഇവിടെ വരെ എത്താൻ കഴിയുന്നത്. അപ്പോൾ ആ നാടിൻ്റെ ദ്വീപിൻ്റെയൊക്കെ അഭിമാനമായി മാറിയ ആളായിരുന്നു. പക്ഷേ ഇനി ആ കുട്ടി ആ ദ്വീപിലേക്ക് പോലും തിരിച്ചു പോകുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ്. ഇബ്രാഹിമിൻ്റെ സംസ്കാരം കൊച്ചിയിലാണ് നടത്തുന്നത്. എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിലാണ് ഖബറടക്കം തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇബ്രാഹിമിൻ്റെ ഉപ്പയും ഉമ്മയൊക്കെ കൊച്ചിയിലേക്ക് എത്തുന്നുണ്ട്. അവരെത്രയും വേഗം ഇവിടെ എത്തും. അതിനുശേഷം വൈകിട്ടോടുകൂടി അവിടെ ഖബറടക്ക ചടങ്ങുകൾ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇവരെല്ലാം മക്കളുടെ അല്ലെങ്കിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവൻ്റെ സുഹൃത്തിൻ്റെ അന്തിമ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അവർ. മനസ്സുകൊണ്ട് അത് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. കാരണം ഒരു രാത്രി കൊണ്ടാണ് 5 പേരുടെ ജീവൻ പൊലിഞ്ഞത്. ആ യാഥാർത്ഥ്യത്തിലേക്ക് അവർ ഇറങ്ങി വരികയാണ്. നഷ്ടം ഒരിക്കലും നികത്താൻ കഴിയില്ലെങ്കിൽ പോലും അതിനെ ഉൾക്കൊള്ളാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ. ഇവിടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് അവർ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾക്കുള്ള നടപടികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. മൃതദേഹങ്ങൾ അതാത് വീടുകളിൽ എത്തിക്കാനുള്ള നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. രാവിലെ തന്നെ കളക്ടറും അതുപോലെ തന്നെ DSP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ എത്തി കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരുന്നു. വളരെ വേഗം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുക എന്നുള്ളതായിരുന്നു പ്രാഥമിക പരിഗണന നൽകിയത്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 പേരുടെ പോസ്റ്റ്മോർട്ടം നടന്നു കഴിഞ്ഞു. ഇപ്പോൾ അവസാനമായി മുഹമ്മദ് ജബ്ബാറിൻ്റെ പോസ്റ്റ്മോർട്ടം തുടങ്ങിയിരിക്കുകയാണ്. അല്പസമയത്തിന് അതുകൂടെ പൂർത്തിയായി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വിലാപയാത്രയായിട്ട് അവർ പഠിച്ച ഒരു സ്വപ്നം കണ്ട അവരുടെ ക്ലാസ്സിലേക്ക് അവസാനമായൊരു യാത്ര പോവുകയാണ്. അവിടെ ഇവരുടെ സഹപാഠികൾ അവർക്ക് അശ്രുപൂജ ചെയ്യും. അങ്ങനെ അവരൊരു ഓർമ്മയായി മാറും ഈ മെഡിക്കൽ കോളേജിൽ. പിന്നീട് അവരുടെ അന്ത്യയാത്ര അവരുടെ നാടുകളിലേക്ക് തിരിക്കുകയാണ്. ശരിയാണ് അരുൺ, എനിക്ക് തോന്നുന്നു അത് ഒരു വല്ലാത്ത നിമിഷമാണ്. അവർ പഠിച്ച ഇടം കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ആ കുട്ടികളൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഒരു വലിയ മാറ്റത്തിൻ്റെ ഒരു തുടക്കകാലമാണ്. കാരണം അവർ അവരുടെ സ്വപ്നങ്ങളിലേക്കുള്ള ചുവട് വെച്ചു തുടങ്ങിയതേ ഉള്ളൂ. അവരൊക്കെ എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നത് ആ സൗഹൃദ ബന്ധം ഇങ്ങനെ പൂത്തൊലിഞ്ഞ് തുടങ്ങുന്ന ഒരു സമയമാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു വലിയ ദുരന്തം. ഇനി ആ പൊതുദർശനമൊക്കെ
എങ്ങനെ അവിടുത്തെ കുട്ടികൾക്കത് കണ്ടു നിൽക്കാൻ കഴിയുമെന്ന് നമുക്ക് പറയാൻ പോലും വാക്കുകളില്ല സത്യത്തിൽ.